കേട്ടോ, ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണി അലക്കാൻ കയറിയതാ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ട്രയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായി. അത് പഴമയുടെ രുചിക്കൂട്ട് കൂടിയാണ്. ഒരുപാട് പുതിയ റെസിപ്പികൾ പറയുന്നതിൻ്റെ കൂടെ പഴമയുടെ രുചിക്കൂട്ടുകൾ കൂടി നമ്മളുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ പറമ്പിൽ ഒരു പ്ലാവെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല. ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ എല്ലാ പ്ലാവും ചക്ക ഉണ്ടായിരുന്നൊക്കെ കാണാം. നമുക്കതിൽ നിന്ന് ഒരു ചെറിയ ഇടിച്ചക്ക പൊട്ടിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാം. വിഷാംശം ഒന്നുമില്ലാത്ത, കെമിക്കലുകളൊന്നും ചേർക്കാത്ത, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഒരൈറ്റം ഇടിച്ചക്ക തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടിച്ചക്ക ഒരെണ്ണം, തേങ്ങ 1 കപ്പ്, ചെറിയുള്ളി 10 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി അല്ലി 4 എണ്ണം, ചില്ലി ഫ്ലെക്സ് 2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, ഓയിൽ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്ന് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കാൻ വേണ്ട സാധനം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലായിരിക്കുന്നത്. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഗ്രാൻഡ് ആയിട്ടാണ് നമ്മൾ ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇടിച്ചക്ക തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതൊരു മൂത്ത് പോകരുത്, അതുപോലെ തന്നെ തീരെ ചെറുതുമാകും. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇടിച്ചക്ക എടുക്കാം. ഇതിൻ്റെ മുള്ള്, ആ മുകളിലത്തെ ലെയർ മുഴുവൻ ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കും. ഇതുപോലെ ഈ കഷ്ണങ്ങളുടെ സൈസ് ഒരുപാട് വലുതാകരുത്, ഒരുപാട് ചെറുതാകരുത്. വെള്ളത്തിൽ മുറിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഇതിൻ്റെ പശ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മുറിച്ച കഷ്ണങ്ങളും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ കഷ്ണങ്ങളെ, ഇടിച്ചക്ക കഷ്ണങ്ങളെ വേവിക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതായിപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് ഈ ബാക്കിയുള്ള ഈ വെള്ളമൊക്കെ നമുക്കിങ്ങനെ ഊറ്റിക്കളയാം. ഇനി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുമ്പോൾ തീരെ കുഴഞ്ഞു പോരുത്, അങ്ങനെ ഉടച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കിടന്നാൽ കുറച്ചുകൂടെ കാണാനും ഭംഗിയുണ്ടാവും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളിക്ക് ചതച്ചതും കൂടെ തന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു 4 വെളുത്തുള്ളി അല്ലി ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നേരെ ഇടിച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കടുക് താളിച്ചിടണം. നമുക്കൊന്ന് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്കയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ടൈം ഒന്ന് ചെറുതീയിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ അരപ്പ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ കളർഫുള്ളായ നല്ല ടേസ്റ്റിയായ അടിപൊളി ഇടിച്ചക്കത്തോരൻ ഇതാ റെഡിയായി കഴിഞ്ഞു. വളരെ നാച്ചുറലായ, വളരെ ടേസ്റ്റിയായ, നമ്മളുടെയൊക്കെ പറമ്പിൽ തന്നെ 1 രൂപ പോലും മുടക്കില്ലാതെ കിട്ടുന്ന അടിപൊളി ഐറ്റം ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ചെറിയ ചെറിയ കമൻസുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.